തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കം രൂക്ഷമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. തായ്ലൻഡിലെ സിസാകേദ, സൂറിൻ, ഉബോൺ, റജാതാനി പ്രവിശ്യകളിലെ കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളടക്കം 11 പേർ സാധാരണക്കാരാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരാകാമെന്ന് ചൈന അറിയിച്ചിട്ടുമുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം ഇക്കഴിഞ്ഞ മെയ് മാസത്തോടെയാണ് പുനരാരംഭിച്ചത്. അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മോശം നിലയിലേക്കെത്തി. ബുധനാഴ്ച കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ച് 2 തായ് സൈനികർക്ക് പരിക്കേറ്റതോടെ കംബോഡിയയിലെ തായ്ലൻഡ് അംബാസഡറെ തിരിച്ചു വിളിക്കുകയും ബാങ്കോക്കിലെ കംബോഡിയൻ അംബാസഡറെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തായ്ലൻഡ്. ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച പകൽ അതിർത്തിയിൽ വെടിവെപ്പുണ്ടായതും കംബോഡിയ BM-21 റോക്കറ്റുകൾ തായ്ലൻഡിൽ പ്രയോഗിച്ചതും. അതിർത്തി ഗ്രാമങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കംബോഡിയയുടെ പ്രാദേശിക കമാൻഡുകളിൽ തായ്ലൻഡ് തിരിച്ചടി നടത്തി. F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരിച്ചടി. തായ്ലൻഡിലേക്കുള്ള പച്ചക്കറികൾ അടക്കം കയറ്റുമതി തടഞ്ഞ കംബോഡിയ ഇന്റർനെറ്റ് സേവനങ്ങളും ഊർജ്ജ ഇറക്കുമതിയും നിർത്തിവച്ചിരുന്നു ഇക്കഴിഞ്ഞ 2 മാസക്കാലം. ഒപ്പം ഇരു രാജ്യങ്ങളും അതിർത്തിയിലെ സൈനിക ശേഷിയും വർദ്ധിപ്പിച്ചു. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ നയതന്ത്ര ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച തായ്ലൻഡ് അതിർത്തി അടച്ചിട്ടുണ്ട്. സൂര്യൻ അടക്കം ആക്രമണമുണ്ടായ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് 10,000-ങ്ങളെ ഒഴിപ്പിച്ചു വരികയാണ് തായ്ലൻഡ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള പ്രകോപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിരോധം കനപ്പിക്കുമെന്നാണ് തായ്ലൻഡിന്റെ മുന്നറിയിപ്പ്. അതേസമയം അതിർത്തിയിൽ തായ്ലൻഡ് അമിതമായ ബലപ്രയോഗം നടത്തുന്നുവെന്നാണ് കംബോഡിയയുടെ വാദം. UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് സാഹചര്യം ചർച്ച ചെയ്യണമെന്നും കംബോഡിയ ആവശ്യപ്പെടുന്നു. സംഘർഷത്തിൽ ആശങ്കയറിയിച്ച ചൈന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തി തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.